എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഉമ്പർപോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും എന്നൊക്കെ കവിഭാവനയിൽ വിരിഞ്ഞതോ പുരാണ പുരുഷന്മാരെ പ്രകീർത്തിക്കുന്നതോ ആണ് എന്ന് ആരെങ്കിലും ധരിച്ചു വശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരു വ്യക്തി 20-ാം നൂറ്റാണ്ടിൽ നമുക്കിടയിൽ ജീവിച്ചിരുന്നു. ധൈര്യവും കർമ്മകുശലതയും ഉത്തരവാദിത്വ ബോധവുമുള്ള കുടുംബസ്നേഹിയായ ഒരു മനുഷ്യൻ. എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മാമൻ PV ഗോപാലൻ നായർ. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് എൻ്റെ 10-ാം വയസ്സ് മുതലാണ്. ഒരു മലയണ്ണാൻ്റെ തോലുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ അമ്മാമനെ ഓർക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ആ തോൽ. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിനടുത്ത് തന്നെ അമ്മ അത് തൂക്കി. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ആ വസ്തുവായിരുന്നു. ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉമ്മറത്ത് പോവാതെ വീട് ചുറ്റി അടുക്കള ഭാഗത്തുകൂടി അകത്ത് കയറുന്നത് പതിവാക്കി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് അതിനോടുള്ള പേടി പോയില്ല. എൻ്റെ വിഷമം കണ്ടിട്ട് അമ്മ അത് ആർക്കും എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ ജീവിതത്തിൽ ആ സാധനം കണ്ടിട്ടില്ല. മലയണ്ണാൻ്റെ തോല് സമ്മാനിച്ച പേടി മാറ്റാൻ അമ്മാവനും അമ്മയും കഠിന പ്രയത്നം ചെയ്തു. അത് കൊണ്ടുവന്ന ആൾ എന്ന നിലയിൽ എനിക്ക് അമ്മാവനോട് കുറച്ച് നീരസമുണ്ടായിരുന്നെങ്കിലും അത് പിന്നെ നിശേഷം മാറി. മാത്രമല്ല, അമ്മാവൻ്റെ മക്കളുടെ കൂടെ ഞാൻ 55-ലും 56-ലും മധ്യവേനൽ അവധിക്കാലത്ത് കോട്ടനാട് എസ്റ്റേറ്റിലെ പ്രൗഢഗംഭീരമായ ബംഗ്ലാവിൽ താമസിക്കുകയും ചെയ്തു. അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അക്കാലത്ത് തറവാട്ടിൽ കാരണവരായിരുന്ന അപ്പനായരുടെ 3 മരുമക്കളിൽ ഗോപാലമാമനായിരുന്നു മൂത്തത്. താഴെ 2 സഹോദരിമാർ. PV ദേവകിയമ്മ എന്ന എൻ്റെ അമ്മമ്മ. 13 വയസ്സുള്ളപ്പോൾ വിവാഹിതയായി ചെറുവത്തൂരിൽ പോയി. മഹാകവി കുട്ടമത്തിൻ്റെ ഭാഗിനേയൻ കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പായിരുന്നു വിവാഹം കഴിച്ചത്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനും വിഷവൈദ്യനും ആയിരുന്നു. നിത്യജീവനക്രമം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രന്ഥവുമുണ്ടായിരുന്നു. അമ്മമ്മയുടെ അനുജത്തി കല്യാണി അമ്മയെ തലശ്ശേരിയിൽ തന്നെയുള്ള അപ്പക്കുട്ടി നായരാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം സ്കൂൾ മാസ്റ്ററായിരുന്നു. അവരായിരുന്നു പിന്നെ തറവാട്ടിലെ അന്തേവാസികൾ. അമ്മാമൻ മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച ശേഷം സിലോണിലേക്ക് പോയി. സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. അവിടെ റബ്ബർ എസ്റ്റേറ്റിലും ടീ എസ്റ്റേറ്റിലും റൈറ്ററായിട്ടാണ് ജീവിതം തുടങ്ങിയത്. നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ പച്ച ട്രങ്ക് പെട്ടിയുമായിട്ടാണ് അത്ര വരുന്നത്. അതിലൊരു പെട്ടി ഞാൻ കണ്ടിരുന്നു. 1947 അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ 2 കുളമൊക്കെ ഉണ്ടായിരുന്ന തറവാട്ടിലെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു വ്യവസ്ഥ ചെയ്യണമെന്ന അനുജത്തി കല്യാണിയമ്മയുടെ നിർബന്ധപ്രകാരം ഭാഗപത്രം നിയമപരമായി തയ്യാറാക്കി. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എല്ലാ അവകാശികൾക്കും കിട്ടിയത് 75 വർഷത്തിന് ശേഷമാണ്. അപ്പോഴേക്കും മക്കളും അവരുടെ മക്കളും എവിടേക്കോ ചിതറിപ്പോയിരുന്നു. അവരുമായി എഴുത്തുകുത്ത് നടത്തിയും ഫോണിൽ സംസാരിച്ചും അത് സാധ്യതപ്രായമാക്കിയത് ഈ അമ്മാമൻ്റെ ഒരു മകനാണ്. കൂട്ടത്തിൽ പറയട്ടെ, അമ്മാമൻ വിവാഹം കഴിച്ചത് എൻ്റെ അച്ഛൻ്റെ അനന്തരവൾ ഡയലോത്ത് ഭാർവതിയമ്മയെയാണ്. അവരുടെ 5 മക്കളിൽ മൂത്ത ആൾ R ദാമോദരൻ. സ്കോട്ട്ലൻഡിൽ നിന്ന് മെറൈൻ ബയോളജിയിൽ PhD എടുത്തു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ഭാര്യ ഭവാനിയും PhD. കുടുംബസമേതം എറണാകുളത്താണ് താമസം. 2ാമത്തെ മകൾ സുശീല വിവാഹം കഴിച്ചത് പീലായ് സ്റ്റീൽ പ്ലാന്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന ബാലകൃഷ്ണൻ പണിക്കരെയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സുശീല. വർഷങ്ങൾക്ക് മുമ്പേ അവർ മരിച്ചുപോയി. 3ാമത്തെ മകൻ ജയരാജൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു. എൻ്റെ അനുജത്തി സജി ദേവിയെയാണ് വിവാഹം കഴിച്ചത്. 4ാമത്തെ മകൾ ചന്ദ്രികയെ രാജൻ ആണ് വിവാഹം കഴിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലറായിരുന്നു അയാൾ. അവസാനത്തെ മകൾ വിജയലക്ഷ്മിയെ എൻ്റെ ജ്യേഷ്ഠൻ PV രവീന്ദ്രൻ നായരാണ് വിവാഹം കഴിച്ചത്. രവേട്ടൻ 1988 മരിച്ചു. അമ്മാമൻ സിലോണിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം നിലമ്പൂരിലും താമരശ്ശേരിയിലുമുള്ള എസ്റ്റേറ്റുകളിൽ ജോലി നോക്കി.
പിന്നെ കോട്ടനാട് എസ്റ്റേറ്റിൽ സൂപ്രണ്ടായി. കോട്ടനാട് എസ്റ്റേറ്റിൽ സൂപ്രണ്ടായിരിക്കെ ആണ് 1968 വിരമിച്ചത്. സൂപ്രണ്ടായിരുന്ന കാലത്ത് വയനാട്ടിൽ നിന്ന് വടകര വലിയമ്മായിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കോഴിക്കോട് വീട്ടിൽ തങ്ങും. അമ്മാവൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ ഗുരുവായൂരപ്പൻ ഹാളിൽ നിന്ന് ആദ്യമായി കഥകളി കണ്ടത്. പിന്നെ കോഴിക്കോട് സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് നടക്കുമ്പോൾ എന്നെയും കൂട്ടിയിരുന്നു അത് കാണാൻ പോകുമ്പോൾ. ഞാൻ കണ്ട ഒരേ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അതായിരുന്നു. അവധിക്കാലത്ത് മേപ്പാടി എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മക്കളെയും എന്നെയും കൂട്ടും. പകൽ അമ്മാമൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കരുത് എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് നിന്ന് ശ്രീകൃഷ്ണചരിത്രം മണിപ്രവാളം കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും ആദ്യത്തെ സർഗം കാണാതെ പഠിച്ചു ചൊല്ലണം. ചൊല്ലിയ സമ്മാനവുമുണ്ട്. ഓരോരുത്തർക്കും പുസ്തകം കൈവശം വയ്ക്കാനുള്ള സമയവും തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് പഠിക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യാം. ഞാൻ ഒന്നാം സർഗം മുഴുവൻ കാണാതെ പഠിച്ച് ചൊല്ലി സമ്മാനമായി ഒരു കുപ്പി ഹെയർ ഓയിൽ കിട്ടി. സൂപ്രണ്ടിൻ്റെ ബംഗ്ലാവിലുള്ള ടൈപ്പ്റൈറ്ററിൽ നിന്നാണ് എസ്റ്റേറ്റിലെ കോൺഫിഡൻഷ്യൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നത്. ഒരു ദിവസം ടൈപ്പ്റൈറ്റർ ഞങ്ങളിൽ ആരോ ഒന്ന് തൊട്ടു. ആ കീ മേലോട്ട് പോയതല്ലാതെ തിരിച്ചു വന്നില്ല. അമ്മാവൻ ടൈപ്പ് ചെയ്യാൻ വരുമ്പോഴേക്കും എല്ലാവരും പുതച്ചു മൂടിക്കിടന്നു. അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. പുറം കഠോരം പരിശുഷ്കം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. രാവിലെ 4 മണിക്ക് എസ്റ്റേറ്റ് മുഴുവൻ നടന്ന് തൊഴിലാളികളുടെ പണി മേൽനോട്ടം നടത്തുമ്പോൾ അദ്ദേഹം കടുത്ത കർക്കശക്കാരനായിരുന്നു. തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തെ ആംഗ്ലോ ഇന്ത്യനായ എസ്റ്റേറ്റ് ഉടമയ്ക്ക് പ്രിയങ്കരനാക്കിയത്. 1957 എസ്റ്റേറ്റിൽ തൊഴിലാളികൾ സമരത്തിലേർപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മാവൻ രാത്രി പോലീസ് സഹായത്തോടെ എല്ലാവരെയും കൂട്ടി കോഴിക്കോട് വീട്ടിൽ വന്ന് താമസിച്ചു. ആ സമയത്ത് അമ്മാവൻ കാണിച്ച ധൈര്യം അപാരമായിരുന്നു. അമ്മായി കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അമ്മാവൻ മേപ്പാടിയിലായിരുന്നപ്പോഴും അമ്മായി നാട്ടിൽ തന്നെ താമസിച്ച് കൃഷികാര്യങ്ങൾ നന്നായി നോക്കി നടത്തി. പട്ടണമധ്യത്തിൽ താമസിച്ചിരുന്ന എനിക്ക് അമ്മായി കഞ്ഞി എടുപ്പിച്ച് വയലിലേക്ക് പോകുന്ന കാഴ്ച ഒരു വിസ്മയമായിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അമ്മാമൻ. കോൺഗ്രസ്സിലുള്ള അടിയുറച്ച വിശ്വാസം കാരണമായിരിക്കാം ഒരിക്കൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ നാടാരെ എസ്റ്റേറ്റിലേക്ക് ക്ഷണിച്ച് വരുത്തി ഗംഭീര സ്വീകരണം ഏർപ്പാട് ചെയ്തു. ഞാനായിരുന്നു അന്ന് മുഖ്യാതിഥിക്ക് മാലയിട്ട് സ്വീകരിച്ചത്. അനായാസേന ജീവിച്ച് വിനാദൈന്യേന തൻ്റെ 96-ാം വയസ്സിലാണ് അമ്മായി ഇഹലോകവാസം വെടിഞ്ഞത്. തികച്ചും ആകസ്മികമായിരിക്കാം ഇന്ന് എൻ്റെ വലിയമ്മാമൻ PV ഗോപാലൻ നായരുടെ 50-ാം ചരമവാർഷികമാണ്. ആ ദമ്പതികളുടെ പാവന സ്മരണയിൽ ഞാൻ കണ്ണടച്ച് കൈകൂപ്പട്ടെ.